ശ്രീ എം ജെ ശ്രീധരൻ, അതായത് കമ്മ്യൂണിറ്റി കിച്ചൺ വഴി ആർക്കും കൊടുക്കാം. ഉച്ചക്കഞ്ഞി വർഷങ്ങളായി മുടങ്ങാതെ ബിരിയാണി അടക്കം സ്കൂളുകളിൽ നൽകിക്കൊണ്ടിരുന്ന ഉച്ചക്കഞ്ഞി പദ്ധതി ഉണ്ടല്ലോ, അതുപോലും മുടങ്ങിയിരിക്കുകയാണ്. ഇനിയാണ് പുതിയതായി ഈ കമ്മ്യൂണിറ്റി കിച്ചൺ വഴി ഭക്ഷണം കൊടുക്കുമെന്ന് പറയുന്നത്. അത് വിശ്വസിച്ചതുപോലെ തന്നെ എം ജെ ശ്രീധരൻ, എന്തായിരിക്കും ഈ രാഷ്ട്രീയത്തിൻ്റെ ഉദ്ദേശം? എന്താണ് ഇവർ മുമ്പോട്ട് വെക്കുന്ന രാഷ്ട്രീയം? യഥാർത്ഥത്തിൽ കേരളത്തിലെ മനുഷ്യരെ വലിയ തോതിൽ ബുദ്ധിമുട്ടിക്കുക എന്നുള്ളതിലപ്പുറം വേറെ ലക്ഷ്യമൊന്നുമില്ല. ഇത് വളരെ സിമ്പിളായ കാര്യമാണ്. രാഷ്ട്രീയ കക്ഷികൾ അധികാരത്തിൽ വരുന്ന സമയത്ത് പരസ്പരം ചിലപ്പോൾ തങ്ങൾക്ക് എതിർ തോന്നുന്ന രാഷ്ട്രീയ കക്ഷികളോട് ഇത്തരത്തിൽ പെരുമാറുക എന്നതൊക്കെ സ്വാഭാവികമാണ്. പക്ഷേ സാധാരണ മനുഷ്യരുടെ അന്നം മുട്ടിച്ചുകൊണ്ടുള്ള ഒരു കലാപരിപാടി കേരളം കാണുന്നത് വളരെ അത്യപൂർവമായ ഒരു സമയത്താണ്. തീർച്ചയായിട്ടും അതിന് കോൺഗ്രസ്സിന് മാത്രമേ ധൈര്യം വരൂ. 1,00,000-ഓളം മനുഷ്യർക്ക് എല്ലാ ദിവസവും ഭക്ഷണം കൊടുക്കുക എന്ന് പറയുന്നതിൻ്റെ ഒരു മാനവികതയുടെ വലിപ്പം എന്ന് പറയുന്നത് ഇവർക്ക് ഊഹിക്കാൻ പോലും കഴിയാത്തതാണ്. ഇത് യഥാർത്ഥത്തിൽ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർ മാത്രമല്ല, കേരളത്തിലെ മൊത്തം ജനതയും ഒരു സമയത്ത് ഇന്നത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്ന രമേശ് ചെന്നിത്തലയാണ് ഒരു തവണ കാസർഗോഡുള്ളൊരു ക്യാമ്പിൽ പങ്കെടുത്തുകൊണ്ട് യൂത്ത് കോൺഗ്രസ്സുകാരോട് പറഞ്ഞത്, നിങ്ങൾ ഡിവൈഎഫ്ഐക്കാരെ കണ്ടു പഠിക്കണം. അവർ പൊതിച്ചോറ് നടത്തുന്നതിനെക്കുറിച്ച്, കോവിഡ് കാലത്തെ പ്രവർത്തനങ്ങളെക്കുറിച്ച് പറഞ്ഞതിൻ്റെ വീഡിയോ ഇപ്പോഴും ലഭ്യമായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ഇത്തരത്തിൽ ഇപ്പോഴത്തെ കോൺഗ്രസ്സുകാർ തന്നെ ഒരു സമയത്ത് പലരും പ്രധാനപ്പെട്ട നേതാക്കളും ഡിവൈഎഫ്ഐ അഭിനന്ദിച്ചൊരു കാര്യമാണിത്. കാരണം ഇതിനകത്ത് കക്ഷി രാഷ്ട്രീയത്തിൻ്റെ ഒരു പ്രശ്നമല്ല ഉള്ളത്. ഇതിൻ്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത്, ഞാൻ പറയും ഇതിനകത്ത് ഒരു രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം കക്ഷി രാഷ്ട്രീയമല്ല, മറിച്ച് മാനവികതയുടെ രാഷ്ട്രീയമാണ്. മനുഷ്യൻ്റെ വിശപ്പ് കാണുക എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയമാണ്. അതിൻ്റെ മുകളിൽ കേരളത്തിൽ നടന്ന എക്കാലത്തെയും വലിയ ഏറ്റവും ഗംഭീരമായ പ്രവർത്തനങ്ങളിലൊന്നായിരുന്നു ഈ പൊതിച്ചോറ് എന്ന് പറയുന്ന വലിയ ഹൃദയപൂർവ്വം എന്ന് പറയുന്ന ഈ വലിയൊരു പദ്ധതി എന്ന് പറയുന്നത്. സത്യത്തിൽ നമ്മൾ ആലോചിച്ച് നോക്കൂ, മനുഷ്യർക്ക് ഭക്ഷണം കിട്ടുന്നു എന്ന് പറയുന്നതിനെ ഏതെങ്കിലും നിലയ്ക്ക് തടസ്സപ്പെടുത്താൻ ഒരു ഭരണകൂടത്തിന് തോന്നുക എന്ന് പറയുന്നത്, ഒരു ഭരണകൂടത്തിൽ നമ്മെ ഭരിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് മനുഷ്യത്വത്തിൻ്റെ ലവലേശം പോലും ഇല്ലാതായി പോകുന്നതിൻ്റെ വളരെ പ്രാഥമികമായ ലക്ഷണമാണ്. ഇപ്പം ഞാനിപ്പോൾ ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. എപ്പോഴാണ് കറണ്ട് പോകുകയെന്ന് എനിക്കറിയില്ല. ഇന്ന് കേരളത്തിൽ നമുക്കറിയാമല്ലോ, ഏത് നിമിഷം വേണമെങ്കിലും നമുക്ക് കറണ്ട് പോവാം. ഉച്ചക്കഞ്ഞി വിതരണം തടസ്സപ്പെടുന്നുണ്ട്. 1000 രൂപ വീതം സ്ത്രീകൾക്ക് കൊടുത്തിരുന്നത് തടസ്സപ്പെടുന്നുണ്ട്. പ്രൈമറി ഹെൽത്ത് സെൻ്ററുകളിലേക്ക് കിട്ടേണ്ട മരുന്നുകളുടെ തടസ്സത്തെ പറ്റിയിട്ടുള്ള റിപ്പോർട്ടുകളുണ്ട്. KSRTC ജീവനക്കാരുടെ ശമ്പളം തടസ്സപ്പെടുന്നുണ്ട്. ഇങ്ങനെ 100 കൂട്ടം പ്രശ്നം കേരളത്തിലുണ്ട്. ഇതൊന്നുമല്ല കേരളത്തിലെ ഭരണകൂടത്തിന് പ്രധാനപ്പെട്ട വിഷയമായി തോന്നുന്നത്. എല്ലാ ദിവസവും 1,00,000 മനുഷ്യർക്ക് ഭക്ഷണം കിട്ടുന്നു, അതെങ്ങനെയെങ്കിലും ഒന്ന് അന്നം മുട്ടിക്കണം. അതാണ് ഇന്ന് കേരള ഭരണകൂടത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം എന്ന് വരുന്നത്. എന്തൊരു വിരോധാഭാസമാണ്, എന്തൊരു ക്രൂരതയാണെന്ന് ആലോചിച്ച് നോക്കൂ. ഇതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തെ ഒരു കാര്യമുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, യഥാർത്ഥത്തിൽ ഈ ഭക്ഷണം കൊടുക്കുന്ന ഈ പ്രൊജക്റ്റിനകത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, എത്രയോ ഹൃദയം ദ്രവീകരിക്കുന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ഒരു പിഞ്ചു കുഞ്ഞിൻ്റെ ഒരു കത്ത് വന്നത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? എൻ്റെ വീട്ടിലെ മുതിർന്നവരാരുമില്ല, ഞാനാണ് ഭക്ഷണം ഉണ്ടാക്കിയത്, രുചി കുറവാണെങ്കിൽ ക്ഷമിക്കണം എന്ന് പറഞ്ഞുകൊണ്ടൊരു പിഞ്ചു കുഞ്ഞിൻ്റെ കത്ത് വന്നത് ഒരു തവണ നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇത്തരത്തിൽ എത്രയെത്രയോ സാധാരണ മനുഷ്യർ, കുരുന്നുകൾ, വളരെ സാധാരണ മനുഷ്യർ, ഇത് യഥാർത്ഥത്തിൽ ആരാണ് ചോറ് കൊടുക്കുക? നമുക്ക് ആലോചിച്ചാൽ അറിയാം. മെഡിക്കൽ കോളേജിൽ വരുന്നവരുടെ ദുഃഖം, വിശപ്പ് അനുഭവിച്ചവനെ വിശപ്പിൻ്റെ ദുഃഖം അറിയൂ അജിംഷാദ്. വിശപ്പ് അറിയുന്നവരാണ് ഈ ഭക്ഷണം കൊടുക്കുന്നത്. വീട്ടിലുണ്ടാക്കുന്ന 2-3 ആളുകളുണ്ടെങ്കിൽ ഒരു പൊതി ചോറ് കെട്ടാനും കൂടിയുള്ള അരി ഇട്ട് ഉണ്ടാക്കി വീട്ടിലുള്ള മിനിമം ഭക്ഷണം പൊതിഞ്ഞ് കൊടുക്കുന്ന പരിപാടിയായി പൊതിച്ചോറ്. ഈ പൊതിച്ചോറിൻ്റെ അവിടെ ഇപ്പം പറയുന്നത് വളരെ വിചിത്രമായൊരു ന്യായമാണ്. കമ്മ്യൂണിറ്റി കിച്ചൺ ആരംഭിക്കുമ്പോൾ ഇതിനകത്ത് സുതാര്യത വരുന്നു എന്നാണ്. എന്താണ് ഇതിലെ സുതാര്യതയുടെ പ്രശ്നം? ഇതുവരെ DYFI കൊടുക്കുന്ന പൊതിച്ചോറിലെ സുതാര്യതയെ പറ്റി ഉന്നയിക്കപ്പെട്ട ആരോപണം എന്താണ്? ഇത് പൈസ വിരിച്ച് നടത്തുന്ന ഒരു പരിപാടിയല്ല. പൈസ വിരിച്ച് നടത്തുന്ന യൂത്ത് കോൺഗ്രസിന്റെ പല പ്രവർത്തനങ്ങളുടെയും സുതാര്യതയുടെ കാര്യമൊക്കെ നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം. അതൊന്നും ഇപ്പോൾ ഇവിടെ ചർച്ചയ്ക്ക് എടുക്കേണ്ട കാര്യമില്ലെന്ന് ഞാൻ കരുതുന്നു. എന്തായാലും ഇത് പൈസ വിരിച്ചുള്ള പരിപാടിയല്ല. എല്ലാ വീട്ടിൽ നിന്നും ദിവസേന ഉണ്ടാക്കുന്ന ഭക്ഷണം കൊണ്ടുവരുന്നു, അത് വിതരണം ചെയ്യുന്നു. എന്ത് സുതാര്യത പ്രശ്നം ഇതിനകത്തുള്ളത്? പ്രശ്നം ഒന്ന് മാത്രമാണ്, DYFIയുടെ കൊടി കാണുന്നു. DYFIയുടെ കൊടി കാണുമ്പോൾ എന്താണ് പ്രശ്നം? ഇത്രയേ ഉള്ളൂ പ്രശ്നം. പണ്ട് രമേശ് ചെന്നിത്തല പറഞ്ഞല്ലോ, നിങ്ങളൊക്കെ കണ്ടുപഠിക്കണമെന്ന് പറഞ്ഞു. പക്ഷെ കണ്ടുപഠിക്കാൻ പറ്റുന്നില്ല. കേരളത്തിൽ എത്ര ശ്രമിച്ചിട്ടും ഈ കാര്യം കണ്ടുപഠിക്കാൻ കഴിയുന്നില്ല മറ്റ് സംഘടനകൾക്ക്. എങ്കിൽ അത് ആ സംഘടനകളുടെ വീഴ്ചയാണ്. അത് പുനഃപരിശോധിക്കണം. ഞാൻ കരുതുന്നത് കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ സംഘടനകളും, എല്ലാ സാമൂഹ്യ സംഘടനകളും DYFIയുടെ ഈ പ്രവർത്തനത്തെ മാതൃകയാക്കണമെന്നും, ഇത്തരത്തിൽ ഈ നാട്ടിൽ വിശന്നിരിക്കുന്ന ഒരു മനുഷ്യൻ പോലും ഒരു നേരവും ഇല്ലാതിരിക്കുന്നതിനേക്കാളും വലിയ കാര്യം എന്താണുള്ളത്? ഞാൻ അറിയുന്നൊരു കാര്യമുണ്ട്. DYFI കൊടുക്കുന്ന ഈ പൊതിച്ചോറുണ്ടല്ലോ, ഇത് ചില സമയത്ത് അവിടെ വന്ന് ക്യൂ നിൽക്കുന്ന ആളുകൾ
ചില ആളുകൾ ഹോസ്പിറ്റലിൽ വന്നവർ മാത്രമല്ല, ഒരു നേരം ഭക്ഷണം കഴിക്കാൻ വഴിയില്ലാത്ത എത്രയോ മനുഷ്യർ അവിടെ വന്ന് പലപ്പോഴും അവിടെ വന്ന് ഒരു നേരത്തെ ഭക്ഷണം വാങ്ങിക്കൊണ്ടുപോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ എത്രയോ മനുഷ്യർ കേരളത്തിൽ ഉണ്ടാകും. ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ ചിലപ്പോൾ വഴിയില്ലാത്തവർ, നമുക്കറിയാത്തവർ, നമ്മുടെ ഒരു തരം പരിഗണനയിലും പെടാത്തവർ, അവർ പോലും വിശന്നിരിക്കരുത് എന്നൊരു സംഘടനയ്ക്ക് അത്തരം ഒരു കരുതൽ ഉണ്ടാവുന്നു. ആ കരുതൽ വെറുതെ ഒരു കരുതലല്ല, വർഷങ്ങളോളമായി 9 വർഷത്തോളമായി തുടർച്ചയായി കേരളത്തിലുടനീളമുള്ള ഗ്രാമാന്തരങ്ങളിൽ, നഗരങ്ങളിൽ ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകർ എല്ലാ ദിവസവും നടത്തുന്ന ഒരു മഹാപ്രയത്നമായി അത് രൂപപ്പെടുന്നു. അപ്പൊ പറയാണ് സുതാര്യതയ്ക്ക് എന്താ സുതാര്യതയുടെ പ്രശ്നം? ഇന്ന് മുരളീധരൻ ആ പറയുന്നത് നിങ്ങൾ കേട്ട് കാണും. അല്ല, എനിക്ക് വേറെ പ്രശ്നമൊന്നും പറയാനില്ല. പരാതി എന്താന്ന് വെച്ചാൽ ഈ കൊടി വെച്ചതിനെ പറ്റിയൊക്കെ ചില പരാതി ചിലർക്കുണ്ട്. ആർക്കാ പരാതി ഉള്ളത്? ജി സുധാകരനാണ്. ജി സുധാകരനല്ലാതെ വേറെ ആരെങ്കിലും കേരളത്തിൽ ഡിവൈഎഫ്ഐയുടെ കൊടി അവിടെ കണ്ടതുകൊണ്ട് വിശന്ന് വരുന്ന മനുഷ്യനെന്താ പ്രശ്നം? പൊതിച്ചോറ് വാങ്ങാൻ വരുന്നവന് ഡിവൈഎഫ്ഐയുടെ കൊടിയല്ല എന്തു കൊടി ഉണ്ടെങ്കിൽ എന്താ പ്രശ്നം? ഇനി അവസാനത്തെ ഒരു ചോദ്യം ചോദിക്കട്ടെ. ഡിവൈഎഫ്ഐയുടെ കൊടി കൊണ്ടത് മാത്രം കേരളത്തിൽ എല്ലാവരും ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഇടതുപക്ഷം വീണ്ടും ഭരിക്കണമല്ലോ. അതുകൊണ്ടൊന്നും വോട്ടൊന്നും വരില്ലെന്നേ, വെറുതെ അത് വോട്ടിന് വേണ്ടി ചെയ്യുന്ന പണിയുമല്ല ഡിവൈഎഫ്ഐ വോട്ടിന് വേണ്ടിയോ ഒന്നും പ്രവർത്തിക്കുന്ന ഒരു സംഘടനയല്ലല്ലോ. ഡിവൈഎഫ്ഐ ഒരു യുവജന സംഘടനയാണ്. അതുകൊണ്ട് മാത്രം വോട്ടും കിട്ടാൻ പോകുന്നില്ല. അതുകൊണ്ട് കിട്ടാൻ പോകുന്നത് മനുഷ്യരുടെ വയറ് നിറച്ചതിന്റെ സന്തോഷമാണ്. അതറിയണമെങ്കിൽ സോദരത്വേന എന്ന മൂല്യം അറിയണം. സാഹോദര്യം എന്ന മൂല്യത്തിന്റെ അർത്ഥം എന്താ? അത് മനസ്സിലാക്കിയാലേ അത് മനസ്സിലാവൂ. സഹോദരൻ എന്ന് പറഞ്ഞാൽ ഒരേ ഉദരത്തിൽ നിന്ന് ജനിച്ചവൻ എന്നാ ശരിക്കും അർത്ഥം, വാക്കിന്റെ അർത്ഥം. പക്ഷെ അതിനേക്കാൾ വലിയൊരു അർത്ഥം സഹോദരൻ, സഹോദരി എന്ന വാക്കിനുണ്ട്. ആ അർത്ഥം എന്ന് പറയുന്നത് ഒരേ ഉദരത്തിൽ നിന്ന് ജനിക്കണമെന്നില്ല എനിക്ക് സഹോദരനോ സഹോദരിയോ ആവാൻ. ഒരേ ഉദരത്തിന്റെ വികാരമായ വിശപ്പും ദാഹവും പങ്കിടുന്ന മുഴുവൻ മനുഷ്യർക്കും തമ്മിൽ ഒരു സാഹോദര്യം സാധ്യമാണ് എന്നതാണ്. ഒരേ വയറിന്റെ വികാരമായ വിശപ്പും ദാഹവും പങ്കിടുന്ന മുഴുവൻ മനുഷ്യരുമായുള്ള സാഹോദര്യം, അതിനെയാണ് ഒരു സംഘടന ഉയർത്തിപ്പിടിക്കുന്നത്. അതിനാ സംഘടനയെ അഭിനന്ദിക്കുന്നതിന് പകരം, ആ സംഘടനയെ മറ്റുള്ളവർ കൂടി മാതൃകയാക്കണമെന്ന് പറയുന്നതിന് പകരം, ആ സംഘടനയുടെ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ ആശംസകളും പ്രോത്സാഹനവും നൽകുന്നതിന് പകരം ഒരു ഭരണകൂടം ആ സംഘടനയുടെ പ്രവർത്തനങ്ങൾ ഒരു സുതാര്യമല്ല എന്നങ്ങ് പ്രസ്താവിക്കുകയാണ്. എന്നിട്ട് കമ്മ്യൂണിറ്റി കിച്ചൺ ആരാ എതിർ? കമ്മ്യൂണിറ്റി കിച്ചൺ തുടങ്ങാം, കമ്മ്യൂണിറ്റി കിച്ചന്റെ പ്രവർത്തനങ്ങൾ നടക്കാം. അതിനിവിടെ ഇത്രയും കാലമായി നടന്നു വരുന്ന എത്രയോ മനുഷ്യരുടെ വിശപ്പ് മാറ്റിയ ഒരു പദ്ധതിക്ക് എന്തിനാണ് തുരങ്കം വെക്കുന്നത്? അതിന്റെ ആവശ്യം എന്താണ്? അതവിടെ നടന്നോളുമല്ലോ. അപ്പൊ അതൊന്നുമല്ല ലക്ഷ്യം. കേരളത്തിലെ രാഷ്ട്രീയ കാലാവസ്ഥക്കകത്ത് ഏതെങ്കിലും നിലയ്ക്ക് ഒരു സംഘടന ഒരു പോസിറ്റീവായ, ഒരു ഗുണപരമായ, ജനങ്ങൾക്ക് ഉപകാരമുള്ള ഒരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അത് തടസ്സപ്പെടുത്തണം. എല്ലാ നിലയ്ക്കും ഈ ഭരണകൂടം അധികാരത്തിലേറ്റതിന് ശേഷം ജനോപദ്രവകരമായ പ്രവർത്തനങ്ങൾ ഒരു ലക്ഷ്യമായി കൊണ്ടു നടക്കുകയാണ്. ആ ജനോപദ്രവകരമായ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്ന ഒരു ലക്ഷ്യമാവുമ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ അത് തടസ്സപ്പെടുത്തണമെന്ന് തോന്നും. അതല്ലാതെ മറ്റൊന്നും, സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇതിനകത്തുള്ളത്. വേറെ യാതൊരു ലക്ഷ്യവുമില്ല. പിന്നെ സർക്കാരിന്റെ മെഡിക്കൽ കോളേജിൽ കൊടി കണ്ടാൽ വലിയ പ്രശ്നം. ആരാണ് ഈ പറയുന്നത്? ജി സുധാകരൻ എവിടെയും കൊടി പിടിക്കാത്ത ആളാണല്ലോ. ജി സുധാകരനാണല്ലോ ആദ്യം പറഞ്ഞു. ആരും എവിടെയും കൊടി പിടിക്കാതെയാണോ അദ്ദേഹം വന്നത്? മെഡിക്കൽ കോളേജിലോ കേരളത്തിലെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ നേതാവായിട്ടൊക്കെയാണല്ലോ രംഗപ്രവേശനം. ഇപ്പൊ അതൊക്കെ മറന്നുപോയി കാണും. അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ രാഷ്ട്രീയ കാലാവസ്ഥയിൽ അദ്ദേഹം പഴയ കാര്യമൊക്കെ മറന്നുപോയോ എന്നറിയില്ല. ഈ കൊടി കണ്ടാൽ അദ്ദേഹത്തിന് എപ്പോഴാണ് ബുദ്ധിമുട്ട് വരാൻ തുടങ്ങിയത്? ഇപ്പൊ മുരളീധരൻ എങ്ങനെയാ രാഷ്ട്രീയത്തിൽ വന്നത്? ഇവരാരും കൊടിയൊന്നും പിടിക്കാതെയാണോ രാഷ്ട്രീയത്തിൽ വന്നത്? കൊടി കണ്ടതുകൊണ്ട് എന്താണ് പ്രശ്നമെന്ന് മുരളീധരന്റെ കാര്യത്തിൽ ശരിയാണ്. കാരണം പിതാവ് കരുണാകരനാണല്ലോ, ഇതാണ് മുഖ്യമന്ത്രിയായിരുന്നു. അങ്ങനെ കയറി വന്നതാണ്, ലാറ്ററൽ എൻട്രി ആണ്. അതുകൊണ്ട് ഞാൻ ലാറ്ററൽ എൻട്രി ആണ്. ആ എൻട്രിക്ക് ശേഷം കുറെ കാലം കോൺഗ്രസ് അദ്ദേഹം ആ രാഷ്ട്രീയമൊന്നും നമ്മളിപ്പോ ചർച്ച ചെയ്യണ്ട, അതൊക്കെ പോട്ടെ, എന്തോ ആവട്ടെ. പക്ഷെ ഒരു കാര്യമേ ഉള്ളൂ, മനുഷ്യരുടെ വയറ്റത്തടിക്കുക എന്ന് പറയുന്ന ഒരു ഭരണകൂടത്തിന്റെ ലക്ഷ്യമാവരുത്. അതെ.